ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജാമ്യമില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, രാഹുലിന് മറ്റൊരു തിരിച്ചടി കൂടി നേരിടുന്നു. ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്? കാർത്തവ്, രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഈ വാദപ്രതിവാദങ്ങളിലടക്കം പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങൾ അത് കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ അതിജീവിത മൊഴി അടക്കം തന്നെ വീഡിയോയിൽ പകർത്തി CD-യിൽ അടക്കം തന്നെ ഈ കാണിച്ചു കൊടുക്കുന്ന സംഭവം അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ വാദങ്ങളും ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലാണ്. ഈ 1-ാം കേസിലാണെങ്കിലും ഇത് 3-ാമത്തെ ബലാത്സംഗ കേസാണ്. ആദ്യ 2 കേസിലും തലനാരിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ കേസിൽ നോട്ട് ടു അറസ്റ്റാണ്. 21 വരെ, ഈ മാസം 21 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് അടക്കം തന്നെ ഇനി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2-ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇത് 3-ാമത്തെ കേസാണ്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം ഇത്തരത്തിൽ പരാതി ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ അതിജീവിതന്റെ മൊഴി അടക്കം തന്നെ വീഡിയോയായി എടുത്ത് ഹാജരാക്കുന്ന സാഹചര്യം, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്ന സാഹചര്യം, അത്തരത്തിൽ കഴിഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശേഖരിച്ച തെളിവുകൾ അടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വാദങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം തടയുന്ന അല്ലെങ്കിൽ പ്രതിഭാഗം എതിർക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രതിഭാഗം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഭാഗം വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, എങ്ങനെയാണ് അതിജീവിത നേരിട്ടെത്തി പരാതി നൽകാതെ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ കേസ് എടുക്കുക എന്നൊരു ചോദ്യം അടക്കം തന്നെ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, തനിക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കേസാണ് ഈ കേസ് നടക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ അടക്കം ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, പ്രതിഭാഗം ഉന്നയിച്ച കാര്യം ഈ കുറ്റക്കാരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്, നിയമസഭാംഗമാണ്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യമുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും, അന്വേഷണത്തോട് സഹകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചെങ്കിലും അതെല്ലാം തന്നെ കോടതി ഇപ്പോൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളി എന്നുള്ളൊരു വാർത്ത വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഒരു അതിജീവിത തന്നെ പരമാവധി തെളിവുകൾ, കുറ്റക്കാരനെതിരെ പരമാവധി തെളിവുകൾ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ തുടക്കം മുതൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിചയപ്പെട്ടത്, എത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം അടക്കം ഉണ്ടായത് നടക്കമുള്ള കാര്യങ്ങൾ അതിജീവിത തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ SIT ഒരു പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പിന്നീട് 3 ദിവസത്തെ കസ്റ്റഡിയിൽ SIT കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിടുന്നു. പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നു. തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിക്കുന്നു. ആ സമയത്തടക്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹോട്ടലിൽ അതിജീവിതയുമായി എത്തിയ കാര്യവും പക്ഷെ സംസാരിക്കാനാണ് എത്തിയതെന്ന കാര്യം
കാര്യമടക്കം തന്നെ അന്വേഷണ സംഘത്തോട് സമ്മതിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മൾ കൊടുത്ത വാർത്തകളിൽ കൊടുത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ ഒട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 മൊബൈൽ ഫോണുകളാണ് രാഹുലിന്റെ കയ്യിലുള്ളത്. പക്ഷേ അതിലൊരു മൊബൈൽ ഫോൺ മാത്രമാണ് രാഹുലിൻ്റെതായ അന്വേഷണ സംഘം പാലക്കാട്